അവരുടെ ഇനി ഒരിക്കലും മല്ലു ഫാമിലിക്കകത്തൊരു കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ മല്ലു ഫാമിലിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുകയും ചെയ്തത് നിത ലാസ്റ്റ് ഒരു എന്താണ് അവരുടെ ഒരു കുറിപ്പിറക്കിയതാണ്. അതിനകത്ത് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ മല്ലു ഫാമിലി എന്നുള്ളൊരു ഫുൾ കണക്ഷൻ അവസാനിപ്പിച്ചു. കാരണം ഈ പറഞ്ഞ സുജിനെ അൺഫോളോ ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ നിത സതീശൻ എന്നുള്ള രീതിയിലേക്ക് പേര് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ഈ കാണുന്ന സാധനം ഇത് നിത സുജിൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് നമ്മുടെ ഇവരുടെ തന്നെ സ്വന്തം അക്കൗണ്ടാണ് നിത സുജിൻ. ഇത് ഒറിജിനൽ അക്കൗണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരാകെ ഫോളോ ചെയ്തേക്കുന്നത് മല്ലു ഫാമിലിയെയാണ്. ഓക്കെ, മോളും അച്ഛനില്ലാതെ വളരണ്ടേ ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞുള്ള ഒരു അക്കൗണ്ട് എന്നാണ് മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്ന് അറിയോ? അതായത് നിത സതീശ് എന്ന് പറയുന്ന അവർ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണം. എനിക്കിതിനെപ്പറ്റി സംസാരിക്കുന്ന യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു താല്പര്യം എനിക്കില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ചില സംശയങ്ങളൊക്കെ പ്രേക്ഷകർ അഥവാ നമ്മളെ കാണുന്ന വ്യൂവേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മല്ലു ഫാമിലിയുടെ ഡിവോഴ്സ് വാർത്തയായിട്ട് വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. വളരെ മാന്യമായ രീതിയിൽ അവരുടെ ആ ഒരു തീരുമാനത്തിനൊപ്പം നിന്ന് കൊണ്ടാണ് സംസാരിച്ചത്. അതിനുശേഷം ഒരുപാട് പേർ ഇൻബോക്സിൻ്റെ അകത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഒക്കെ കുറച്ച് ഇങ്ങനെ അയച്ചു തന്നത് ഇതെല്ലാം കണ്ടിട്ട് എനിക്കറിയാം ഞാൻ ചിന്തിച്ച റൂട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിയത്. കാരണം ഞാൻ ഇടയ്ക്കുള്ള 2-3 വീഡിയോസ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ചില ഫാമിലീസിനെ കുറിച്ചൊക്കെ. അതൊക്കെ ശരിയാണെങ്കിൽ ഞാനിപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഏതാണ്ട് നമ്മുടെ ചിന്ത മാത്രമാണ്. അത് അവരിൽ ആരോപിക്കുകയോ അവരിങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ബട്ട് ഒരു വൈൽഡ് ഗസ്സാണ്. നമുക്ക് അത് കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം. തുടങ്ങാം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിനെ പറയുന്നത് നിത സതീശൻ എന്ന് പറഞ്ഞവർ ഞാൻ ഇതുവരെ ഞാൻ എവിടെ വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും. ഞാൻ ഇതുവരെ വന്നിട്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഇത് പുള്ളിക്കാരൻ്റെ ഇതിന് മുൻപുള്ള വീഡിയോയ്ക്കകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. അതായത് നിത സതീശൻ അല്ലേ, പുള്ളിക്കാരിയെ കുറിച്ചിട്ടുള്ള ഒരു സാധനം ഇനി പങ്കുവയ്ക്കാൻ താല്പര്യമില്ലെന്ന് പുള്ളി അന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും വന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള പുള്ളിയുടെ കാരണമാണ് ഇതിനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതൊക്കെ വെറും ഒരു സംഭവമായിട്ടൊക്കെ തോന്നിപ്പിക്കുന്നത്. അത് വഴിയെ കാണാം. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞ നിത സതീശൻ അവരുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്. അതും വേറെ കുറച്ച് ആൾക്കാരെ അയച്ചു തരുമ്പോഴാണല്ലോ നമ്മൾ ഇത് അറിയുന്നത്. ഇതിൻ്റെ പുറകെ നടക്കുന്നതല്ലല്ലോ. നിത സുജിൻ എന്ന് തന്നെയാണ് ആ ഐ ഡി ഇപ്പം കുഞ്ഞിൻ്റെ പിറന്നാൾ, കുഞ്ഞിൻ്റെ ജന്മദിനത്തിൻ്റെ സംഭവങ്ങളൊക്കെ. അതിനകത്ത് ഈ ഐ ഡി കാണുമ്പോൾ വേറെ ഒരാൾ ചിലപ്പോൾ മാറ്റാത്തതാവാം. എങ്കിലും അവരുടെ ഇനി ഒരിക്കലും മല്ലു ഫാമിലിക്കകത്തൊരു കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ മല്ലു ഫാമിലിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുകയും ചെയ്തത് നിത ലാസ്റ്റ് ഒരു അവരുടെ ഒരു കുറിപ്പിറക്കിയതാണ്. അതിനകത്ത് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ മല്ലു ഫാമിലി എന്നുള്ളൊരു ഫുൾ കണക്ഷൻ അവസാനിപ്പിച്ചു. കാരണം ഈ പറഞ്ഞ സുജിനെ അൺഫോളോ ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ നിത സതീശൻ എന്നുള്ള രീതിയിലേക്ക് പേര് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ഈ കാണുന്ന സാധനം ഇത് നിത സുജിൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് നമ്മുടെ ഇവരുടെ തന്നെ സ്വന്തം അക്കൗണ്ടാണ് നിത സുജിൻ. ഇത് ഒറിജിനൽ അക്കൗണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരാകെ ഫോളോ ചെയ്തേക്കുന്നത് മല്ലു ഫാമിലിയെയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ പുള്ളിക്കാരിയാണ് പറഞ്ഞത്. ഇതെന്തായിരുന്നാലും ഇവർ അറിയാതെ കിടക്കത്തില്ലല്ലോ. ഇനി ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എൻ്റെ അടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് മല്ലു ഫാമിലി FB 3.5 lakhs ഫാം, മല്ലു ഫാമിലി യൂട്യൂബ് 1.3 million, ഇൻസ്റ്റാ നിത സുജിൻ. ഓക്കെ, ഇൻസ്റ്റാ നിത സുജിൻ എന്നുള്ളതാണ്. അപ്പോൾ മാറി നിത സതീശനായി DM for പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്ക് കൊടുത്തേക്കുന്നു. പുള്ളിക്കാരത്തി ഇപ്പം റീസെൻ്റ് ആയിട്ടൊരു ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ, ചില വൈൽഡ് ഗസ് ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ വിജയിപ്പിക്കുക, നമ്മൾ നിൽക്കുന്ന സെക്ടറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിഷിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൾക്കാരിൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നിൽക്കുന്ന ഏരിയയിൽ അത് പരമാവധി അത് ബ്രാൻഡ് ചെയ്യണം, അത് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ടൂളെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമാണ്. ആ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് സ്റ്റോറി ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെയാണ് ഇവർ കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത്. നിത പുതുതായിട്ട് കൊണ്ടുവന്നൊരു ബ്രാൻഡും അങ്ങനെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് തന്നെ കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ വരണമെങ്കിൽ അവിടെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആൾക്കാർ വരും. അവർ വരുന്നത് മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും. കാരണം ഇവരുടെ കോൺട്രവേഴ്സിയുടെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് സ്റ്റോറി നോക്കും, പോസ്റ്റുകൾ നോക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരുടെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വിമണിനോട് തോന്നുന്ന എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഒരു അനുകമ്പയും ഇതൊക്കെ ആ കുട്ടിയോട് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടുള്ള ബിസിനസ് വിജയിക്കട്ടെ
അവർ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നതല്ലേ, നമ്മളതിനെ കുറ്റപ്പെടുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒരു പ്ലാൻഡ് ഗെയിം പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. അതെൻ്റെ തോന്നൽ മാത്രമാണ്, ഞാൻ ഇപ്പോഴും പറയുന്നു ഇതെൻ്റെ തോന്നൽ മാത്രമായിരിക്കട്ടെ. കാണാം. ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ ഇന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്. മനസ്സിലാക്കണം. സമയം ഇപ്പോ 11:17. നമ്മൾ ഇപ്പോഴും എല്ലാവരും പാടിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഓക്കെ മനസ്സിലാക്കണം. ഇവിടെ മുതലാണ് ഇതിനകത്തൊരു ഡ്രാമ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് നടക്കുന്നു. അതിന് നിത ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോയുടെ പോസ്റ്റിൻ്റെ ഇടയിൽ എവിടെയോ ഒരു വന്ന നെഗറ്റീവ് കമൻറ്റിനെയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്. അഥവാ നിത സുജിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പോയി നോക്കണം എന്നുള്ള തരത്തിലേക്കാണ് ഈ ഒരു വീഡിയോ മുഴുവൻ പോകുന്നത്. നിത സുജിൻ്റെ കാര്യം പറയുന്നു നിത സതീശൻ. അതോടൊപ്പം തന്നെ കുഞ്ചൂസ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ആ പുള്ളിക്കാരത്തി ഇദ്ദേഹത്തിനെ അൺഫോളോ ചെയ്യുന്നൊക്കെ പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പം ഇതിനെ ഒരു ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോക്കകത്ത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതറിയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇവരുടെ പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത് നോക്കുക. കാരണം ഈ സുജിനെ കുറിച്ച് ഈ പറയുന്ന വനിതാ മാഗസിൻ്റെ അടക്കം ഇവരുടെ ഈ ഒരു ഡിവോഴ്സിൻ്റെ വാർത്തയെക്കുറിച്ചൊക്കെ വന്ന വീഡിയോസൊക്കെ വന്നു. വീഡിയോസ് അല്ലല്ലോ, പോസ്റ്റുകൾ വന്നു. ഓക്കെ, പലതും വന്നു. അപ്പോൾ ഇതെല്ലാം വന്നിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എല്ലാ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഇരിക്കേ നിതാ സുജിൻ ഇട്ട ആ ഒരു വീഡിയോയുടെ താഴത്തെ ഒരു കമൻറ്റ് എടുത്തു പോക്കി തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് സുജിൻ വരുന്ന സമയത്ത് അവിടെയാണ് അതിനകത്തൊരു എന്തോ ഒരു നമുക്ക് അസ്വാഭാവികതയുള്ളത് അല്ലേ. അടിയിൽ അമ്മയെ പറ്റി കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടോ യുവമോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞുള്ള ഒരു അക്കൗണ്ട് എന്നാണ് മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് നിഡ സതീശ് എന്ന് പറയുന്ന അവർ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണം. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടില്ല. എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എത്തിയിട്ടില്ല. ഇപ്പോൾ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് നിങ്ങളെ മുന്നിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി എല്ലാ സുജിൻ തന്നെ പറയുന്നു, എനിക്ക് പറയാൻ താല്പര്യമില്ല, ഞാനിതൊന്നും പറയത്തില്ല, അവരവരുടെ കാര്യം നോക്കി പോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. ഇത് ആരും പറയുന്നില്ല. താങ്കൾ തന്നെയാണ് പറയുന്നില്ല, താങ്കൾ തന്നെയാണ് അത് പറയുകയും ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ട് നമ്മൾ എത്തിച്ചത് ഈ അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നറിയോ? അത് അവള് കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറി കാര്യങ്ങളും സൈഡാക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാരി കാര്യം അറിഞ്ഞത്. നാട്ടുകാരി കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവശ്യമില്ലാത്ത സ്റ്റോറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിട്ടുകൊണ്ടാണ് നാട്ടുകാർ അറിഞ്ഞത്. നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇത്ര വൈകാരികമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ചില അതിവൈകാരിക പ്രകടനങ്ങളെല്ലാം ഈ പറയുന്ന പല സമയങ്ങളിൽ സബ്സ്ക്രൈബേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടും മറ്റ് പല സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോട്ടെ, അതൊക്കെ മാനുഷികമായിട്ട് എല്ലാവർക്കും തെറ്റുകൾ പറ്റും, അത് തിരുത്തും. സ്വാഭാവികമായിട്ട് അത് മുന്നോട്ട് പോകേണ്ടവരാണ്. ചിലപ്പോൾ ഇന്നലെയുള്ള തെറ്റുകൾ നമ്മളിന്നും ഒരാൾ ആരോപിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിത പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാളിന് മുമ്പ് അഥവാ ഇപ്പോൾ ലാസ്റ്റ് സുജിൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട വീഡിയോയ്ക്കകത്ത് വ്യക്തമായ സുജിൻ പറയുന്നത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമാണ്, ഞാൻ അന്നൊരു തമ്പനയിലോ ടൈറ്റിലോ എന്തോ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ നെഗറ്റീവ്. എന്തായാലും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നിതയെക്കുറിച്ചൊന്നും പറയരുതെന്നായിരുന്നു. ഇപ്പോൾ നിത കുട്ടികളെ കുറിച്ചിട്ട വീഡിയോയുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ആരോ ഫർസാന ഒരു കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇവിടെ വന്നിട്ട് സുജിൻ പറയുന്നു ഫർസാനയ്ക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്, ഇത് ഞാൻ ചെയ്തിട്ടൊന്നുമല്ല, ഇത് പുള്ളിക്കാരത്ത് ഇങ്ങനെ സാഡായിട്ടുള്ള സ്റ്റോറീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതൊക്കെയാണ്. സോ ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനൊരു സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർ എനിക്ക് അറിയാൻ പറ്റും. എന്ത് ഇപ്പൊ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടപ്പോ അല്പം കാണിച്ചു തരാം. എനിക്ക് വരുന്ന മെസ്സേജ് കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇത് ഇപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. നിങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചു തരാം.
സത്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താണത്? ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം ഇതിപ്പോ സുജിൻ പറയുന്ന വീഡിയോക്കകത്താണ്. ഇതേ സുജിൻ തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് പറയുന്നുണ്ട് ഇത് നിതയോട് നേരിട്ട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ. നേരിട്ട് വിളിച്ച് പറഞ്ഞ കാര്യം വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യേണ്ട കാര്യത്തിന്റെ ഒരു ഔചിത്യം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നോക്കാം. പറ്റി പറഞ്ഞു അതിൽ ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ എഡിറ്റിംഗോ കാര്യം ഒന്നും ഞാൻ ഈ കമന്റ്സ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതിയും കാര്യം ഒന്നും ഉണ്ടായിരുന്നു. കമന്റ്സ് കാണിക്കാൻ, കമന്റ് ആഡ് ചെയ്യാൻ ഞാനിത് എഡിറ്റ് ചെയ്യത്തില്ല, കമന്റ് കാണിക്കാമെന്നും പറയുന്നു. അതായത് കാണിക്കാൻ പറ്റത്തില്ല, എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ കാണിക്കണം, ഇങ്ങനെ എടുത്ത് കാണിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വീഡിയോന്റെ കമന്റ് കാര്യം ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞു വെച്ചത്. കുറെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഓൾ കുറച്ച് സെന്റിമെന്റൽ ആയിട്ട്, കുറച്ച് ഇമോഷണൽ ആയിട്ട്, കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളുണ്ടാക്കി കഴിഞ്ഞാലും. കണ്ടോ, ഇവിടെ എല്ലാം സുജിൻ ഹൈലൈറ്റ് ചെയ്യുന്നത് നിത ഇടുന്ന പോസ്റ്റുകളും സ്റ്റോറിയെ കുറിച്ചൊക്കെയാണ്. അതായത് നിങ്ങളെല്ലാവരും അവിടെ പോയി നോക്കൂ എന്നുള്ള രീതിയിലേക്കാണ്. അഥവാ ആൾക്കാരുടെ അറ്റൻഷനെ അങ്ങോട്ട് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ആ ഫ്ലോ അങ്ങോട്ട് വിടുകയാണ്. അങ്ങോട്ട് പോകണം. അവിടെ നിത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ബിസിനസ്സാണ്. നല്ലതായിട്ട് വരട്ടെ, ഞാനിപ്പോഴും പറയുന്നു, നല്ലതായിട്ട് വരട്ടെ. ഇവിടെ ഇദ്ദേഹം ഇരുന്ന് പറയുന്നു, നിതയുടെ ഇട്ട പോസ്റ്റിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു. എന്നിട്ട് വീണ്ടും സെൻറ്റിമെൻറ്റ്സ്, ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന എന്തിന്, ആൾക്കാരെ അറിയിക്കുന്ന എന്തിനെന്ന് പറയുന്നു. കുറച്ച് നാളിന് മുമ്പ് ഇവർ തന്നെയാണ് ഡിവോഴ്സിൻ്റെ വാർത്ത പുറത്ത് വിട്ടത്. സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ വരും. ഈ നമ്മൾ ചില ആൾക്കാർ എൻഗേജഡ് ആവുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, എങ്കിലും ഞാൻ പറയാം, ഈ സത്യമായിട്ടും പറയാം, അതായത് അവർ എൻഗേജ്ഡായി വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലാണ് അവർ കടന്നു പോകുന്നത്. പിന്നെ അവരുടെ ആ ഒരു പോസ്റ്റുകളുടെ ചറപറ മഴ പോലെ വരുമല്ലോ, വരട്ടെ, നല്ല കാര്യം, അവരുടെ സന്തോഷ നിമിഷങ്ങൾ വരട്ടെ. അതിന് താഴെ എല്ലാം കാണുന്നൊരു സാധനമുണ്ട്, മൈൻ. ഞാൻ ആറെന്നല്ല, MINE, മൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇടും പോസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മൈൻഡ് മാറിയിട്ട് നേരെ സ്റ്റോറിയിലേക്ക് വന്നിട്ട് അവസാനം ഇമോഷണൽ BGMസും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും. അല്ല, മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള പ്രക്ഷുബ്ധതയാണ്. ശരിയോളം ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലേക്ക് എൻ്റെ അമ്മേനെ വലിച്ചിടണ്ട, ഞാനും ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കേൾക്കണം. ഞാനും അവളും കൂടെ പിരിയാമെന്നുള്ള ലെവലിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ളതല്ല. ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, ഇവർ ഡിവോഴ്സ് ആയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇവർ ഡിവോഴ്സ് ആവുന്നുള്ള സാഹചര്യത്തിൽ ലീഗലായിട്ട് പോകുന്നുള്ള കാര്യമാണ് നിതയുടെ അന്നത്തെ അപ്പോസിൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവർ സെപ്പറേറ്റായി നിൽക്കുന്നു. സെപ്പറേറ്റായിട്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ പ്രകാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളൊരു സാധനം ആകെ അറിയാവുന്നുള്ള ആൾക്കാർ ഇവർ തന്നെയാണ്. അഥവാ ഈ കുഞ്ചൂസ് എന്ന് പറയുന്ന കുഞ്ചൂസ് ഇദ്ദേഹത്തിന് അൺഫോളോ ചെയ്യുന്നു പറയുന്നു. അതുപോലെ തന്നെ നിത പോസ്റ്റ് ഇട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നു, പല കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഇതൊരിക്കലും വലിയ ചാപ്റ്റർ ആയിരുന്നു പുള്ളിക്കാരത്തിൽ പറയുന്നു. പല ആൾക്കാരും പറയുന്നു ഇതൊക്കെ ഇത്രത്തോളം ഇംഗ്ലീഷ് അറിയത്തില്ല, പിന്നെ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇത്രയും ടൈപ്പ് ചെയ്തിട്ടെന്നുള്ളത്. ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നത്, കാരണം ഇന്ന് മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോ അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് പുള്ളിക്കാരത്തിട്ട പോസ്റ്റിൻ്റെ താഴെ പുള്ളിക്കാരത്തിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം, നിങ്ങളത് കാണ്. സംഗതികളെല്ലാം പാടെ ഇടുമ്പോൾ ഓൾ എന്തോ വലിയ ഇതാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നത്. ഞാൻ ഓളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, പക്ഷെ ഓളെ അടുത്ത് പല വട്ടവും ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള സംഗതി. അപ്പോൾ പറയുന്നത് ഓൾക്ക് കണ്ടോ, പുള്ളിക്കാരൻ വിളിച്ച് പുള്ളിക്കാരിയോട് പറഞ്ഞു ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടരുത്, ആൾക്കാർ എന്നെ കുറ്റം പറയും, എൻ്റെ അമ്മയെ കുറ്റം പറയും. അമ്മയെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ വന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പുള്ളിക്ക് വളരെ ട്രിഗറായെന്നാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ പുള്ളി തന്നെ പുള്ളിക്കാരിയെ വിളിച്ച് കാര്യങ്ങൾ പറയാറുമുണ്ട്, അവർ നേരിട്ട് പറയാറുണ്ട്. കാര്യങ്ങളൊക്കെ വിളിച്ച് ഇത് നീ ഇന്ത്യ ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുന്നുള്ള പുള്ളിക്കാരൻ എല്ലാ കാര്യം പറയാറുണ്ട്. എന്നാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ വീഡിയോ ആയിട്ടാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. പോലെ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയ കമന്റ് വന്നപ്പോൾ അത് അവൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം, പക്ഷെ അവളത് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതിന് അതിൽ എന്റെ പെങ്ങളെ എനിക്ക് കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുതെന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന്റെ ഇതാക്കി കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും പറയുന്ന കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളേനെ മോശക്കാരിയാക്കും. സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഒന്ന് പൊട്ടിച്ചിരിച്ചൂടെ?
സുജിനെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ആൾക്കാരൊക്കെ പറഞ്ഞു ഇതെന്തോ മൂപ്പ നിങ്ങൾ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു മനുഷ്യൻ്റെ കാര്യമാണ്, അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് എന്ത് പ്രശ്നമുണ്ടായില്ല നമുക്കറിയത്തില്ല. അവർ ചിലപ്പോൾ അതിനകത്ത് അഭിനയിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ വളരെ ജെന്യൂനായിട്ടാണ് അതിനെ സമീപിച്ചത്. പക്ഷേ അതിനുശേഷം പല കാര്യങ്ങളും പല ആൾക്കാർ അയച്ചു തന്നതിന് ശേഷം ഞാൻ ചിലതൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് എനിക്ക് എന്തൊക്കെ ചെറിയ അസ്വാഭാവികത തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു വീഡിയോ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പം വരുമായിരിക്കും, എൻ്റെ ചിന്ത കറക്റ്റാണെങ്കിൽ അത് വരണമായിരുന്നു. കറക്റ്റായിട്ട് അത് വന്നു. അതിൻ്റെ ഉദ്ദേശം എന്നുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് തന്നെയാണ്. നിതയുടെ സ്റ്റോറി, നിതയുടെ ഹാൻഡിലുകളൊക്കെ പോയി നോക്കണം. അവിടെ നിത ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടി ഒറ്റപ്പെട്ടു എന്നുള്ള രീതിയിൽ തോന്നലും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിന് അത് ഗുണം ചെയ്യും. നല്ല കാര്യം. ഇദ്ദേഹവും ഓൺലൈനായിട്ട് ബിസിനസ് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ചെയ്യുന്നത്. നിത ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനും അത് ഗുണം ചെയ്യും. അതായത് ഒരു 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 ചെറിയൊരു ഹെയ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഹെയ്റ്റിന് രണ്ട് വശം ഉണ്ടാകും. ഒന്ന് ഇദ്ദേഹത്തിനും ഒന്ന് ആ കുട്ടിക്കും. അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇവർ ഗെയിൻ ചെയ്യുന്നത് മണി തന്നെയാണ്. ദ ബെസ്റ്റ് ബിസിനസ് മോഡൽ. തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്കായിരിക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പണ്ട് ഓരോന്ന് പറയരുത്. ഇപ്പോൾ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടികളെ വേണം, എനിക്ക് എന്റെ കുട്ടികളിലാണ് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് അറിയാം. പക്ഷെ നമുക്കെന്നറിയോ ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ, നമ്മൾ ഇത്തിരി 5-6 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കും. അത് നമ്മളൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഓളത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യുന്നത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കാണുമ്പോൾ ഓൾക്ക് അതന്നെ ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് ഇതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പാട്ടുണ്ട്. ഞാൻ ഓക്കെ, ഇത് തുടക്കം മുതൽ പറയുന്നൊരു കാര്യം ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ്. ഞാനത് വിടുന്നു. അതിൻ്റെ ഇതിന് ഈ വീഡിയോ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പറയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോസുകാരൻ റിയാക്ട് ചെയ്യുമെന്നറിയാം, ഇതൊക്കെ ട്രോളായിട്ട് വരുന്നറിയാം. ഇതെല്ലാം ആ തലയിൽ കൂടെ പോകുന്നുണ്ട്. ഞാൻ നോക്കിയെടുത്തോളം ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം. സീരിയസ്ലി യൂട്യൂബിൻ്റെ അകത്ത് റവന്യൂ എത്ര കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അതിനെക്കാട്ടിലും അപ്പുറം ബിസിനസ് ചെയ്താൽ പൈസ കിട്ടുമെന്നുള്ള കാര്യം, അത് എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നും അത് ഏത് തരത്തിൽ അതിനെ മാർക്കറ്റ് ചെയ്താൽ എവിടേക്ക് അത് കൊള്ളുമെന്നുള്ള കാര്യം, ജനങ്ങളുടെ പൾസ്, അവരുടെ വൈകാരിക തലം, അതിനകത്ത് അവർ കൊടുക്കുന്ന അപ്രോച്ച്, നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റിയിൽ തന്നെ തനിക്കും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അത് എങ്ങനെ നേട്ടമാകുന്നുള്ള എല്ലാ തരം കാര്യങ്ങളും ഇതിനോടകം തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു ജീനിയസാണ് സുജിൻ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ, ഞാൻ ഇപ്പം ഈ പറയുന്നൊരു കാര്യം കറക്റ്റാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ ഒരുമിച്ച് തന്നെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ലതായിട്ട് തന്നെ വരട്ടെ. അവരിന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ടോ ചിലപ്പോൾ അവർക്ക് ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കബളിപ്പിക്കുന്ന രീതിയിലേക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് അവരതൊരു ബ്രാൻഡ് ചെയ്ത് ബിസിനസ് സെറ്റാക്കിയിട്ട് അവർക്ക് അതിനകത്ത് നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ഒന്നാകുമ്പോഴേക്കും ഞങ്ങൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് ഒരുമിച്ചായി എന്ന് പറഞ്ഞാൽ രണ്ട് ജീവിതങ്ങൾ രണ്ട് വഴിക്ക് പോകാതെ ഒന്നാവണമെന്നായിരിക്കും നിങ്ങൾ ഞാനും അടങ്ങുന്ന എല്ലാവരും ചിന്തിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ആശംസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് 100% വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഇതെല്ലാം അതേപടി വിഴുങ്ങാത്ത ആൾക്കാർ. ഞാനിട്ട ആ വീഡിയോയ്ക്കകത്ത് ഇവരെ രണ്ടുപേരെയും അവരുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞെടുത്ത് പോലും ആൾക്കാർ വളരെയധികം പറഞ്ഞു ഇത് വെറും ഉടായ്പാണ്, ഇത് വെറും പറ്റിപ്പാണ്, ഇത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാവരും കൂടി ചേർന്നുള്ള പ്ലാൻഡ് പരിപാടിയാണെന്ന്. ബട്ട് നൗ ഐ റിയലൈസ്ഡ്, ഞാനും ഇത് റിയലൈസ് ചെയ്യുന്നു ഇതിനകത്തൊരു ജെനുവിനിറ്റി, സത്യം പറഞ്ഞാൽ ലാക്ക് ഓഫ് ജെനുവിനിറ്റി അത് കുറവാണെന്നുള്ളൊരു ഫീൽ എനിക്ക് വരുന്നു. അത് ഈ ഒരു വീഡിയോ കൂടെ കണ്ടപ്പോൾ എനിക്ക് അത് ഏതാണ്ടൊക്കെ ഉറപ്പിക്കുന്നു. ഒരാളുടെ വേദനയിൽ അല്ലെങ്കിൽ ഒരാളുടെ വിഷമത്തിൽ ഞാൻ സന്തോഷിക്കുന്ന ആളൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഒരു ഡ്രാമയാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല സുജിനെ. എന്തായിരുന്നാലും നിങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് വേദനിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വേദന മാറട്ടെ. നിങ്ങൾ പിരിയാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുമിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഉടായ്പ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പൈസയും ഉണ്ടാക്കട്ടെ. അല്ലാതെ ഞാനെന്താ പറയാ, ഒന്നും പറയാനില്ല. അല്ലാതെ ഇത് മനസ്സിലാക്കാത്ത കുറച്ചധികം ആൾക്കാരുണ്ടാവും. ഇവരെ അന്ധമായ ഭക്തി എപ്പോഴും കൊല്ലും. അതിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും, അത് ഈശ്വര വിശ്വാസത്തിലായിക്കോട്ടെ എന്ത് കാര്യത്തിലായിക്കോട്ടെ, അന്ധത നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരാൾ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അവർ ചെയ്യുന്ന എന്ത് തെണ്ടിത്തരവും നമ്മൾ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നെങ്കിൽ, ഏതൊരു സിനിമയ്ക്കകത്ത് ഫസ്റ്റ് മറ്റേ പൊതിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന സീനുണ്ടല്ലോ, ഏത് സിനിമയാണ് മറന്നുപോയല്ലോ, മറ്റേ ഫഹദ് ഫാസിലിൻ്റെ പടമല്ലേ, അതോ ഇന്ദ്രജിത്തിൻ്റെ പടം? ഇന്ദ്രജിത്ത് ഫഹദ് ഫാസിലേക്കുള്ള പടം അല്ലേ? ഓക്കെ, ആ സിനിമയ്ക്കകത്ത് മറ്റേ ഫസ്റ്റ് ഒരു സാധനം കൊടുക്കുമല്ലോ, അതുപോലെ നമ്മളെ ഉള്ളിൽ സാധനം എന്താണെന്ന് അറിയാതെ അത് വാങ്ങുന്നത് പോലെ ഇരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ മാനിപ്പുലേഷൻ. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇതിനെക്കുറിച്ച്? താഴെ കമൻറ്റ് ബോക്സിൽ
മാന്യമായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നില്ല ഗൈസ്. ബൈ.